വിഷാദരോഗിയായ ഒരു യുവാവ് തന്റെ അടുത്ത സുഹൃത്തുമായി ആടിത്തിമിർക്കുന്ന ആഘോഷപരിപാടിക്കു പോകുവാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ തന്റെ മറ്റൊരു സുഹൃത്ത് ഒരു സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകന്റെ സന്ദേശം കേൾക്കുവാൻ പോകുന്നതിന് അവനെ ക്ഷണിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാമനസ്സോടെ സുവിശേഷ പ്രസംഗം കേൾക്കുവാൻ തീരുമാനിച്ചു. സുവിശേഷകൻ പരിശുദ്ധ ബൈബിളെടുത്ത് വായിച്ചു. സാത്താന് നമ്മെ തോൽപ്പിക്കരുത്, നാം അവന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം. എന്നിട്ടദ്ദേഹം പെട്ടെന്ന് ഇപ്രകാരം തുടർന്നു. കഴിഞ്ഞ ദിവസം ഞാൻ തെരുവിലൂടെ നടക്കുകയായിരുന്നു. ഒരു കൂട്ടം പന്നികൾ ഒരു മനുഷ്യന്റെ പിറകെ പോകുന്നത് ഞാൻ കണ്ടു. ഇത് എന്നിൽ കൗതുകമുണർത്തി. കാരണം പന്നികളെ നടത്തിക്കുവാൻ പ്രയാസമുള്ള മൃഗങ്ങളാണ്. നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വഴിവിട്ട് അവ അനുസരണം ഇല്ലാതെ മറ്റൊരു വഴിക്കു പോകും. എന്നാൽ ഈ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പന്നികൾ തിക്കിത്തിരക്കിയും മുരണ്ടും അവനെ പിന്തുടർന്നു. അവർ അകത്തേക്ക് പോയി. എനിക്ക് അതിശയം തോന്നുമാറ് അവ ക്ഷാപ്പുശാലയിലേക്കാണ് പോയത്. വാതിൽ അവയുടെ പിന്നിൽ അടയ്ക്കപ്പെട്ടു. ആ മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോൾ അയാളോട് എങ്ങനെ ഇത്ര എളുപ്പത്തിൽ അവയെ അകത്തു കയറ്റുവാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുവാനായി ഞാൻ കാത്തുനിന്നു. ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പക്ഷേ എന്റെ കക്ഷത്തിലെ പേരസഞ്ചി നിങ്ങൾ കണ്ടില്ലായിരിക്കാം. ആ പന്നികളോട് ഈ വിദ്യ കാണിച്ചില്ലെങ്കിൽ എനിക്ക് അവയെ അവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണെന്നു അറിയാമായിരുന്നു. അതിനാൽ അവ ഇഷ്ടപ്പെടുന്ന കുറച്ച് പച്ചപ്പേർ ഞാൻ വാങ്ങി വഴിയിൽ ഉടനീളം വിതറി. അവ അറവുശാലയിലേക്ക് പോകുന്നുവെന്ന് ഒരിക്കലും കരുതാതെ പരക്കം പാഞ്ഞ് പേർ പെറുക്കി തിന്നുന്നത് നിങ്ങൾ കണ്ടല്ലോ. പ്രസംഗകൻ തന്റെ ശബ്ദം ഉയർത്തി യുവാവ് ഇരിക്കുന്ന സ്ഥാനത്തേക്ക് സൂക്ഷിച്ചുനോക്കി ഇപ്രകാരം തുടർന്നു. സാത്താൻ നിങ്ങളിൽ ചിലരെ നരകത്തിന് അടിമകളാക്കി തന്റെ ഇഷ്ടപ്രകാരം നയിക്കുന്ന വഴി ഇങ്ങനെയാണ്. നിങ്ങളെ എങ്ങനെ നന്നായി സുഖിപ്പിക്കാമെന്നും വഴിതെറ്റിക്കാമെന്നും സാത്താൻ നന്നായി അറിയാം. സാത്താൻ തന്റെ പെയർ വഴിയിൽ വിതറുന്നു. വളരെ വേഗം നിങ്ങൾ അവസാനത്തെ പെയറുകൂടി എടുക്കും. അപ്പോൾ നരകത്തിന്റെ വാതിലുകൾ നിങ്ങളുടെ പിന്നിൽ അടയ്ക്കപ്പെടും. ആത്മാക്കളെ നശിപ്പിക്കുന്ന പിശാചിന്റെ ചതിപ്രയോഗത്തിനു പയറുപ്രയോഗം നടത്തിയ കഥ യുവാവിന്റെ ആത്മാവിൽ കുറ്റബോധമുളവാക്കി. പിറ്റേന്ന് അയാൾ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കു പോയി. അവൻ എപ്പോൾ എത്തിച്ചേരുമെന്ന് അറിയാൻ അവന്റെ സുഹൃത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവൻ അപ്രതീക്ഷിതമായ സന്തോഷത്തിൽ തന്റെ സ്നേഹിതനോട് പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് നിന്നോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു സുവിശേഷകന്റെ പ്രസംഗം, പ്രത്യേകിച്ച് പിശാചിന്റെ പെയറുവിദ്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തുറന്ന വാക്കുകൾ എന്നെ ചിന്തിപ്പിച്ചു, എന്നെ സ്പർശിച്ചു. ഞാൻ പോയിക്കൊണ്ടിരുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ കണ്ടു. സാത്താൻ എന്നെ കുടുക്കിലാക്കി കൊല ചെയ്യുവാൻ കാത്തിരിക്കുന്നു എന്നു ഞാൻ തിരിച്ചറിഞ്ഞു. കൂടാതെ ഞാൻ എവിടെ ചെന്ന് എത്തുമെന്നും മനസ്സിലാക്കി. പിശാചു തന്റെ പയറുവിദ്യ കൊണ്ട് നിന്നെ മരണത്തിലേക്കും നരകത്തിലേക്കും നയിക്കുകയാണോ? അങ്ങനെയെങ്കിൽ നിനക്ക് പാപത്തിന്റെ താത്കാലിക ഭോഗം അനുഭവിച്ചുകൊണ്ടിരിക്കാം. അവസാനം വരെ പലപ്പോഴും അത് വളരെ രുചികരമായിരിക്കും. എന്റെ ആത്മാവ് നിത്യമായി നശിച്ചു പോകുന്നതിനു മുമ്പായി സുവിശേഷകന്റെ വാക്കുകൾ എന്നെ രക്ഷകനിലേക്ക് നയിച്ചു. ഈ വിധം മുന്നോട്ടു പോയാൽ നരകത്തിന്റെ വാതിൽ നിനക്കു പിന്നിൽ അടയുകയും നിത്യശിക്ഷാവിധി നിന്റെ ഓഹരിയായിരിക്കും. ഇന്ന് സ്നേഹമുള്ള ഒരു ദൈവം നിന്നെ കരുണയോടെ സംരക്ഷിക്കുവാനും രക്ഷിപ്പാനും ആഗ്രഹിക്കുന്നു. ക്രിസ്തു നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനും സന്നദ്ധനുമാണ്. ദുർമാർഗങ്ങളെ വിട്ടുതിരിവിൻ, തിരിവിൻ ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്നു അവരെയാടു പറക. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കാകുന്നു മറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ വെളിച്ചം കാണാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സു കുരുടാക്കിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം.